ആദ്യമേ തന്നെ എന്നെ ദൈവപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി വർഗീസ്. ഞാൻ വരുന്നത് അങ്കമാലി മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. അപ്പച്ചൻ്റെ പേര് വർഗീസ്, അമ്മച്ചിയുടെ പേര് ജെൻസി. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചി മെയിനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടെ കൃപാസനത്തിൻ്റെ മുകളിൽ മഴവില്ല് കാണാൻ ഇടയുണ്ടായി. പിന്നെ അതിനുശേഷം എൻ്റെ അമ്മച്ചിയുടെ ഉടമ്പടിയുടെ ഫലമായിട്ട് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ജോലി ലഭിച്ചു. അങ്ങനെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IT ഫീൽഡിൽ കയറണം എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ IT ഫീൽഡിൽ കയറി. അങ്ങനെ കയറിയതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പഠിച്ചത് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷേ IT ഫീൽഡിൽ കയറണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹവും. അങ്ങനെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു. അങ്ങനെ ഞാൻ കയറി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തരുന്ന ടാസ്കുകളൊക്കെ തീർക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ കുറേയധികം ടൈം എടുക്കുന്നു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഡിസംബർ 2023 വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പോയി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ 90 ദിവസം തീരുന്നതിന് മുമ്പ് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഒന്നില്ലെങ്കിൽ എന്നെ ഇത് പഠിപ്പിച്ച് തരണം, അല്ലെങ്കിൽ വേറെയാണ് തൊഴിൽ മേഖല എന്നുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് 90ാമത്തെ ദിവസം എനിക്ക് ടീം ലീഡായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിന് ടീം ലീഡ് എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയുണ്ട്, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു ഞാൻ എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പം മാതാവ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് തരുന്ന ടാസ്കുകൾ തീർക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, പിന്നെ ചിലവൊന്നും തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നോട് ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം നീ ചെയ്യ്, ഒന്നല്ലെങ്കിൽ നീ ഒരു ഇൻറ്റേൺഷിപ്പ് എടുത്തിട്ട് തിരിച്ച് വീണ്ടും IT ഫീൽഡിലേക്ക് കയറ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ഇൻറ്റേൺഷിപ്പ് എടുക്കാമെന്നൊരു ലെവലിലായിരുന്നില്ല. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ നീ വേറെ ഏത് ഫീൽഡിലേക്ക് പോയനേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബാങ്കിങ് ഡൊമൈനിലേക്ക് പോയനേന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ടൈം കളയണ്ട, നീ വീണ്ടും തിരിച്ചും ബാങ്കിങ്ങിലേക്ക് തന്നെ പോക്കോളം പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ റിസൈൻ ഇട്ടതിന് ശേഷം ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നു. ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നതിന് ശേഷം ഫസ്റ്റ് ഡേ തന്നെ എന്നോട് അവിടുത്തെ ടീച്ചർ പറഞ്ഞു, നീ ഏത് ഫീൽഡിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ IT ഫീൽഡിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ ടീച്ചർ പറഞ്ഞു, നീ എന്തിനാണ് പിന്നെ ബാങ്കിങ്ങിലേക്ക് വന്നത്, നിനക്ക് നല്ല ഒരു കരിയർ സെറ്റ് ആവണമെങ്കിൽ നിനക്ക് IT ഫീൽഡിലേക്ക് തന്നെ പൊക്കൂടെ എന്ന് ചോദിച്ചു. ഒരിക്കലും ഒരു ടീച്ചർമാർ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ പറയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും IT ഫീൽഡിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും എനിക്ക് മാതാവിനെ കിട്ടും, മുത്തുക്കട കിട്ടും, അല്ലെങ്കിൽ ചന്ദനത്തിരി അങ്ങനെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് അപ്പോഴൊന്നും IT ഫീൽഡിൽ കയറാൻ സാധിച്ചില്ല. പിന്നെ ഒരു മെഡിക്കൽ ബില്ലിംഗ് കമ്പനിയിലാണെങ്കിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്ന ആ ദിവസം തന്നെ എനിക്കൊരു സാക്ഷ്യം കേട്ടു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയായിരുന്നു, ആ ചേച്ചി വീണ്ടും ഒരു ചേച്ചിയുടെ സാക്ഷിയായിരുന്നു. ആ ചേച്ചി മെഡിക്കൽ ബില്ലിംഗ് ഡൊമൈനിലായിരുന്നു. പിന്നെ IT ഫീൽഡിലേക്ക് കയറണമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമായിട്ട് IT ഫീൽഡിലേക്ക് കയറി എന്നുള്ള സാക്ഷിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നോട് പറയുന്നതും നീ വീണ്ടും തിരിച്ച് IT ഫീൽഡിലേക്ക് കയറാനാണ്. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു ആദ്യത്തെ കമ്പനി പോയതിനെ കുറിച്ച് ഓർത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും ഈശോനോട് പ്രാർത്ഥിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ആ ജോലി പോയത്. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്ത് തുറക്കും. അപ്പോൾ എനിക്ക് സങ്കീർത്തനങ്ങൾ 139 അധ്യായം 24 വാക്യം എനിക്ക് കിട്ടും. അതായത് അതിങ്ങനെയാണ്, വിനാശത്തിൻ്റെ മാർഗ്ഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നത്, എങ്കിൽ ശാശ്വതമായ മാർഗ്ഗത്തിലൂടെ എന്നെ നയിക്കണമേ. ആ വചനം കേൾക്കുമ്പോൾ ഞാൻ സമാധാനിക്കും. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ IT ഫീൽഡിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇടാണ്, എനിക്ക് ഇത് വേണ്ട, എനിക്ക് വീണ്ടും തിരിച്ച് വേറെ എന്തെങ്കിലും ബാങ്ക് കോച്ചിങ് ആണോ അതേ ഗവൺമെൻറ് ജോബാണോ എന്തെങ്കിലും മാതാവ് എനിക്ക് കാണിച്ചു തന്നെ. അങ്ങനെ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ വീട്ടിൽ ഞാൻ സ്പോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ രൂപക്കൂടിൻ്റെ താഴെ വന്ന് വേണം മാതാവ് നിൽക്കാനായിട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡേറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ മാതാവ് മറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഡേറ്റിൽ തന്നെ മാതാവ് എൻ്റെ വീണ്ടും വാതിൽ തുറന്ന് എൻ്റെ രൂപക്കൂടിൻ്റെ അടിയിൽ വന്ന് നിന്നു. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് ശരിക്കും എണീറ്റ് പോകുന്ന പോലെ ഒരു ഫീലാണ് ഉണ്ടായത്. അത് സ്വപ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ മാതാവ് എന്നോടൊന്നും പറഞ്ഞില്ല, ഗവൺമെൻറ് ജോബാണോ അത് ബാങ്കിങ് ജോബാണോ നീ എടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ റിസൈൻ ഇടാണ്. അപ്പോൾ നോട്ടീസ് പീരീഡ് തീരുന്ന ആ കറക്റ്റ് ദിവസം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു. എന്നിട്ട് കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, നീ വീണ്ടും ഒരു ഇൻറ്റേൺഷിപ്പ് എടുക്കാൻ നമുക്ക് IT ഫീൽഡിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നീ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട, ആലോചിച്ച് എടുത്തിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ അവൻ എന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ അവനൊരു ക്യാമ്പസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ആ ക്യാമ്പസിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഈ ക്യാമ്പസിനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതവൻ്റെ മമ്മി പറഞ്ഞതാണെന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ്റെ മമ്മി ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇതെന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു അടയാളം വേണം, ഞാൻ ഈ എടുക്കുന്ന തീരുമാനം തെറ്റാണോ ശരിയാണോ, എൻ്റെ ഫ്യൂച്ചറിന് ഇതെങ്ങനെ ബാധിക്കും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എനിക്ക് കാണിച്ചെന്ന അടയാളം അവൻ്റെ അമ്മയും ഉടമ്പടി എടുത്തതായിരുന്നു. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് ചേർന്നു. ഇൻറ്റേൺഷിപ്പിന് ചേർന്ന് ഞാൻ ആ ക്യാമ്പസിലേക്ക് കയറിയ സമയത്ത് വാതിൽ തുറന്നപ്പോൾ തന്നെ ഈശോയുടെ കരുണയുടെ രൂപമാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന വചനം ഏശയ്യാ 54:12, ഞാൻ നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈശോനെ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഉറപ്പായി. എന്നെ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞിട്ട് ഈശോ എന്നിലൂടെ വന്ന് പ്രവർത്തിക്കും, എന്നെ ഇതിൽ വിജയിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ജൂൺ മാസമായപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീർന്നു. ഇൻറ്റേൺഷിപ്പ് തീരുന്ന ആ ടൈമിൽ തന്നെ ഞാൻ മാധവനോട് പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് എൻ്റെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാവുന്ന സമയത്ത് എനിക്കൊരു ജോലി വേണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ജൂൺ മാസം അവസാനം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. അതിനുശേഷം എനിക്ക് ജൂലൈ, അതായത് 7-ാം മാസം എനിക്ക് വീണ്ടും ഫൈനൽ ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി. അപ്പോൾ ഈ 7-ാം മാസം തന്നെ വന്നത് എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്ന ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ജോലിയിൽ കയറിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് എൻ്റെ മെറിറ്റിൽ ഒന്നും നടക്കാൻ പോണില്ല, ഗ്രേസിൽ മാത്രമേ നടക്കാൻ പോകണുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് എന്ന് രാവിലെ ഡെയിലി ബ്രെഡ് ഓടും, പിന്നെ ബൈബിൾ വായിക്കും, പള്ളിയിൽ പോകും, പിന്നെ വന്ന് കൊന്തെത്തിക്കും, എന്നിട്ട് ഞാൻ ജോലിക്ക് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഈശോയുടെ വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനെല്ലാ ജോലി ചെയ്യുന്ന ഈശോയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു 1 ഇയർ ഹൈക്ക് കഴിഞ്ഞിട്ടാണ് ഹൈക്കൊക്കെ കൊടുക്കാറ്. പക്ഷേ എനിക്കൊരു 10 മന്ത് ആയപ്പോൾ തന്നെ, അതായത് മാതാവിൻ്റെ മാസം മെയ് മാസം തന്നെ എനിക്ക് ഹൈക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ ഞാൻ 1 ഇയർ എൻ്റെ പൂർത്തിയായി. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് പൊതിച്ചോറ് കെട്ടി അമ്മച്ചി തരുമ്പോൾ ഞാൻ അപ്പച്ചനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വഴിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നാലാവുന്ന വിധത്തിൽ ഞാൻ സാമ്പത്തികമായിട്ട് കാണുന്നവരെ സഹായിക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോയി സന്ദർശിക്കാറുണ്ട്. പിന്നെ പ്രൈസ് പ്രവർത്തനം, ഞാൻ കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ടൗണിലൊക്കെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ആത്മീയമായിട്ട് എന്നിൽ വന്ന മാറ്റം എന്ന് പറയുകയാണെങ്കിൽ, സാധാരണ ഞാൻ ഞായറാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് പള്ളിയിൽ പോകാറുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ദിവസങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ പേഴ്സണലായിട്ടൊരു കൊന്തെത്തിക്കും, പിന്നെ ബൈബിൾ വായിക്കും, പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ധ്യാനമൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ദൈവപിതാവിനും ഒരാരും നന്ദി. പിന്നെ ഈ ഉടമ്പടി എന്ന് പറയുന്ന ജീവിത രീതി എന്നും ഇനി മുതൽ എൻ്റെ ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഞാൻ അമ്മ മാതാവിന് ഒരാരും നന്ദി പറയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 66-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. ആൻ്റണി വർഗീസ് എന്ന ഈ മകൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ തൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഈശോയുടെ അടുത്തേക്ക് നയിച്ചതെന്ന് മനസ്സിലാക്കാം. ഒരു IT ഫീൽഡിൽ ജോലി ചെയ്യാൻ ഈ മകനുള്ള എല്ലാ സാധ്യതകളും നൽകിയെങ്കിലും അതിനുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യം ഈ മകന് വരാതായപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് പോകാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ കൃത്യമായ ഇടപെടൽ, ഒരു സ്വപ്നത്തിലൂടെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ അഭിഷേകം ഈ മകന് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ ആ പ്രസൻസ് നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും മഴവില്ലിലൂടെയും സ്വപ്നത്തിലൂടെയും അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകത്തിലൂടെയൊക്കെയുമായിട്ടാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. ആൻ്റണിയുടെ കൂടെ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മകനെ സമയച്ചുരുക്കത്തിൻ്റെ ആ മകൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന് വീണ്ടും ആ IT ഫീൽഡിലേക്ക് കടക്കുവാനും അതുപോലെ നല്ലൊരു ഹൈക്ക് സാലറിയോടുകൂടി ഇവനെ ഇന്ന് ജോലി ചെയ്യാനുള്ള സാധ്യത പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത്. മകൻ തന്നെ പറയുകയുണ്ടായി, എനിക്കൊരു ജീവിതത്തിലൊരു ക്രമം, ഒരു ചിട്ട, ഞാൻ ജോലിക്ക് ഇന്ന് പോകുന്നതിന് മുൻപ് എപ്പോഴും വചനം വായിച്ചും ജപമാല ചൊല്ലിയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാണ് ഞാനെപ്പോഴും എൻ്റെ ജീവിതം ആ ദിവസം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ ജോലിയിലുള്ള അഭിവൃദ്ധി കാണുവാനുള്ള ഒരവസരമുണ്ടായി. മറ്റുള്ളവർക്കെല്ലാം ഒരുപക്ഷെ 1 വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് അവർക്കൊരു ഹൈക്ക് കിട്ടുന്നത്. പക്ഷേ എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുവാനും അത് മറ്റുള്ളവരോട് ഏറ്റുപറയാനുമുള്ള ഒരു സാധ്യതകൾ നമുക്ക് നൽകുന്നത് ഈ ഉടമ്പടിയാണ്. നമുക്കറിയാവുന്നതുപോലെ കാറ്റടിച്ചാലും മറ്റുള്ളവർ കളിയാക്കിയാലും ഈശോയെ പിരിയില്ല എന്നുള്ളൊരു ദൃഢത, ഒരു ദാർഢ്യം നമുക്ക് വരുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണ്.
ഇത് ഈശോ തൊട്ടതിന് ശേഷമാണ് നമുക്കത് ജീവിതത്തിലൂടെ കടന്നു പോകുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നത്. അദൃശ്യമായവ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവിടെയാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കും. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. ഇതാണ് വിശ്വാസം എന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രത്യാശയിലേക്ക് കടന്ന് പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ നമുക്ക് സ്നേഹവും സമർപ്പണവും വരുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സമസ്തവും അവൻ്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ യോഗ്യതകളല്ല. ആൻ്റണിയുടെ വാക്കുകളിൽ എനിക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയങ്ങളിലെല്ലാം എന്നെ എടുത്തു പൊക്കുന്ന ഒരു അപൂർവ ശക്തി എന്നിലുണ്ടായിരുന്നു. അത് ഈശോയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോയെ കൊടുക്കാനും ഈശോയെക്കുറിച്ച് പറയുവാനുമുള്ള ഒരു വലിയ മനസ്സ്, ഒരു ജനറോസിറ്റി, ഒരു ആത്മധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇന്ന് ഈ മകൻ അഭിഷിക്തനായിരിക്കുകയാണ്. നമുക്കെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കായി ദാഹിക്കാം. പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി നമ്മളോട് കൂടി ഉണ്ടായിരിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കും. സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും ജോലി സംബന്ധമായ കാര്യങ്ങളിലും കുടുംബത്തിലെ പ്രശ്നങ്ങളുമായി സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.